ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ലൈഫിൽ, ഇൻ അവർ ലൈഫ്, ദ ബെസ്റ്റ് ടൈം ഈസ് ദ ടൈം വെൻ വി ലേൺ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല സമയം പഠിക്കുന്ന സമയമാണ്. നിങ്ങളുടെ പാരൻസിനോട് ചോദിച്ചു നോക്കിയാൽ മതി. പാരൻസിനോട് ചോദിച്ചു നോക്കുക. നിങ്ങൾ ഏറ്റവും നല്ല സമയം അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ അടുത്ത് ചോദിച്ചു, അവർ പറയും ഏറ്റവും നല്ല സമയം ഞങ്ങളുടെ കുട്ടിക്കാലമായിരുന്നു. അവർ പറയും ദ ടൈം ദേ വെൻ ഫോർ സ്കൂളിംഗ്. അവർ സ്കൂളിംഗ് ഒക്കെ ചെയ്യുന്ന സമയമായിരുന്നു അവരെ ഏറ്റവും നല്ല സമയം. എന്തുകൊണ്ടാണ് അവർ ഏറ്റവും നല്ല സമയം എന്ന് അതിനെ പറഞ്ഞതെന്നറിയും? ഈ കുട്ടിക്കാലത്ത് ആകെ നമുക്ക് ഒറ്റ കാര്യം ശ്രദ്ധിക്കാനുള്ളൂ, പഠിക്കുക മാത്രം. എപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് പഠിക്കുന്ന സമയത്ത് നമുക്ക് സ്കൂളിൽ പോവാം, ടീച്ചേഴ്സ് പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക. അന്ന് എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ? ഞാനിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയൊന്നും ആവാറില്ലല്ലോ, പക്ഷെ നിങ്ങളിരിക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറ്റുന്നില്ല. സംതിങ് ഈസ് റോങ്. കാരണം നിങ്ങൾ വളരെ ഹൈപ്പർ ആക്റ്റീവാണ്. ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികൾക്ക് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഹൈപ്പർ ആക്റ്റീവിൻ്റെ ലക്ഷണം. ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ വലിയൊരു അസുഖമൊന്നുമില്ല, പക്ഷെ നമ്മളുടെ ഉള്ളിലുള്ള എനർജി ലെവൽ ഹൈ ആണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഇരിക്കാൻ പറ്റുന്നില്ല. അടങ്ങി ഒതുങ്ങി ഒരിക്കലിരിക്കാൻ പറ്റാത്ത ഒരു കുട്ടിക്ക് ടീച്ചേഴ്സ് പറയുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഞാനീ പറയുമ്പോൾ ചിലപ്പോൾ ഈ ക്ലാസ്സിൽ 5 or 10 കുട്ടികൾക്ക് മാത്രം അതിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞാൻ ഒരു കുട്ടീൻ്റെ പേര് പറയാം. ഈ ക്ലാസ്സിൽ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കുട്ടിയാണ് ധ്യാൻ. ധ്യാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. ആൽഫിനെ എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഈ ആൽഫിനൊരു പ്രത്യേകത ഉണ്ട്, ധ്യാനൊരു പ്രത്യേകത ഉണ്ട്. ഇരിക്കുന്നിടത്തുനിന്ന് എണ്ണങ്ങില്ല. അപ്പം തന്നെ എന്തുണ്ടാവും? അവരുടെ ശ്രദ്ധ കൂടും. എനങ്ങാതെ ഇരിക്കുന്ന ആള്, മിണ്ടാതിരിക്കുന്ന ആളുകൾക്ക് കാണുമ്പോഴും കേൾക്കുമ്പോഴും അതിൻ്റെ നല്ല റിസൾട്ട് വരും. ഞാൻ പറഞ്ഞൊരു പോയിന്റ് പിടി കിട്ടിയോ? എനിക്ക് വേണ്ടത് എന്താണെന്നറിയാം? ആദ്യം എനിക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഐ ബാഡ്ലി നീഡ് ടു ഗെറ്റ് ഡിസിപ്ലിൻ. വെൻ യു ഗെറ്റ് ഡിസിപ്ലിൻ, ലേണിംഗ് ഈസ് ഈസി. ഫസ്റ്റ് പോയിന്റ്. എന്താ ഞാൻ പറഞ്ഞത്? ലേണിംഗ് ഈസ് ഈസി, ഓർ ലേണിംഗ് ബിക്കംസ് ഈസി ഓൺലി വെൻ യു ഗെറ്റ് ഡിസിപ്ലിൻഡ്. ഡിസിപ്ലിൻ ആവുന്ന വിദ്യാർത്ഥികൾക്കാണ് ലേണിംഗ് എളുപ്പമാവുന്നത്. ബുദ്ധി മാത്രം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റില്ല. ഡിസിപ്ലിൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡിസിപ്ലിനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഹാബിറ്റ്സ്. ഡിസിപ്ലിനിൽ നല്ല ഹാബിറ്റ്സുകൾ ഉണ്ടാവാം. ഒരു ഹാബിറ്റ് ഞാൻ പറയട്ടെ. പഠിക്കുന്ന സമയത്ത് ഭയങ്കര കോൺസെൻട്രേഷൻ, ഭയങ്കര ഫോക്കസ്ഡ് ആണ്. ഇങ്ങനെ ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾ പഠിച്ച് കഴിയുന്നത് വരെ, നിങ്ങൾ പ്രൊഫഷണൽ കോഴ്സൊക്കെ ചെയ്യുന്നത് വരെ, അത് ഫിനിഷ് ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ 95% വരെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ക്ലാസ് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. അല്ലാത്ത കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നറിയാം? ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്ത കുട്ടികൾക്ക് വീട്ടിൽ വന്നിട്ട് വീണ്ടും 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 ഇരുന്ന് വായിക്കേണ്ടി വരും. കാരണം മനസ്സിലായിട്ടില്ല. ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചു നോക്കി. ക്ലാസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 95% വരെ ലേണിംഗ് പോസിബിൾ ആണ്. പിന്നെ നമുക്ക് ചില മെമ്മറി കാര്യങ്ങൾ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഫ്ലുവൻ്റ് ആവാൻ, അല്ലെങ്കിൽ നമ്മുടെ സ്കിൽ സെറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്താ പറയുക, ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് നമുക്ക് എഴുതാനും പറയാനുള്ള കഴിവുണ്ടാവുന്നത് ബാക്കി വീട്ടിൽ വന്നിട്ട് 5% നോക്കുമ്പോഴാണ്. ഞാൻ സ്കൂളിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പം എൻ്റെ മക്കൾ എന്ത് ചെയ്യണമെന്ന് അറിയാം? എല്ലാവരും സ്കൂളിലാണ് ഇരിക്കണേന്ന് വിചാരിക്കണം. ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് പെണ്ണിൽ കളിച്ചു, അല്ലെങ്കിൽ മൊബൈലിൽ കളിച്ചു, അല്ലെങ്കിൽ ഞാൻ വാച്ച് എടുത്ത് വെച്ച് കളിച്ചു, എന്തെങ്കിലും അങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ചോ, എൻ്റെ കോൺസെൻട്രേഷൻ പോകും. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഇപ്പോൾ നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണ് ഇരിക്കുന്നത്. എന്നെ ഒരു ടീച്ചർ പറഞ്ഞു തരികയാണ്. ഞാൻ എന്ത് ചെയ്യുന്ന അറിയാം? ഞാൻ പെണ്ണെടുത്ത് കയ്യിൽ പോലും വെക്കില്ല. ഞാൻ കറക്റ്റായിട്ടിരുന്ന് ഇങ്ങനെ കേൾക്കും. യു ഗോട്ട് ഇറ്റ് വാട്ട് ഐ സെഡ്? ഞാൻ പറയുന്നത് ഇങ്ങനെ യെസ് മനസ്സിലാവുന്നുണ്ട്, ഇങ്ങനെ കാണിച്ചാൽ മതി. അൺമ്യൂട്ട് ചെയ്യണമെന്നൊന്നുമില്ല, ഇങ്ങനെ കാണിച്ചാൽ മതി. നിങ്ങളുടെ കയ്യിൽ പെന്നുണ്ടെങ്കിൽ പെണ്ണ് നിങ്ങൾ സൈഡിൽ വെച്ചോളൂ. നിങ്ങൾ അമ്മ തൊടുക വേണ്ട. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എല്ലാവരും ബ്യൂട്ടിഫുള്ളായിട്ട് കംഫർട്ടബിളായിട്ട് നിങ്ങൾ ചെയറിൽ ഇരിക്കണം. നിങ്ങൾ സോഫ സെറ്റിലോ അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് കട്ടിലിൻ്റെ മേളിലൊക്കെ പോയിരുന്നു കഴിഞ്ഞാൽ, കിടക്കേൻ്റെ മേളിലൊക്കെ പോയിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരിപ്പ് ശരിയാവില്ല. ഒരു ലേണിംഗ് പോസ്റ്റർ ഉണ്ട് ബോഡിക്ക്.
ഞാൻ പറയുന്നത് ലേണിംഗ് പോസ്റ്റേഴ്സ് ഉണ്ട്. അതായത് എപ്പോൾ ഒരു വിദ്യാർത്ഥി when she or he sits straight, his learning precautionary measure is mostly done. അതായത് നിവർന്നിരിക്കുന്ന കുട്ടിക്ക് പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. എന്തുകൊണ്ടാണ് നമ്മൾ വി ഷുഡ് സിറ്റ് സ്ട്രൈറ്റ് എന്ന് പറയുന്നതെന്നറിയോ? നമ്മൾ നിവർന്നിരിക്കുന്ന സമയത്ത് നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ, ഈ മെറ്റാബോളിക് ആക്ടിവിറ്റീസ് ഒക്കെ കറക്റ്റ് ആവും. അപ്പം നമ്മുടെ ബ്രെയിനിലേക്കുള്ള എന്താ പറയുക, ബ്ലഡ് സർക്കുലേഷൻസ് ഒക്കെ നന്നാവും, ബ്രെയിൻ കൃത്യമായിട്ട് വർക്ക് ചെയ്യും. നമ്മൾ കുനിഞ്ഞിരിക്കും തോറും നമുക്ക് സ്വാഭാവികമായിട്ട് ആ മെറ്റാബോളിക് ആക്ടിവിറ്റീസ് കറക്റ്റായിട്ട് നടക്കില്ല, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ കുഞ്ഞുനാൾ മുതൽ തന്നെ when you try to learn anything, you should sit straight, even this class or when you go schooling. സ്കൂളിൽ പോകുമ്പോൾ, സ്കൂൾ പഠനത്തിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു മെസ്സേജ് നിങ്ങൾ പാലിക്കണം. ഞാൻ പറഞ്ഞത് എത്ര പേര് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്? കാണിച്ചേ, എത്ര പേരത്? ഇത് ഇപ്പം ഞാൻ പറയുമ്പോൾ മക്കളുടെ അടുത്ത് ഞാൻ ഇപ്പം ഇംഗ്ലീഷ് ക്ലാസ്സില്ല, എന്നിട്ട് ഞാൻ എന്തിനത് പറഞ്ഞു തരുന്നറിയോ? ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് ആണ്. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും, നിങ്ങൾക്ക് പുറത്തൊക്കെ പോകുന്ന സമയത്ത് പ്രൊഫഷണലി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആകെ കൂടി ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ ചിലപ്പോൾ പ്രൊഫഷണൽ ആവാൻ പോകുന്ന ആളുകളാണ്, അവിടെ നിങ്ങളുടെ സബ്ജക്റ്റ് പറയാൻ പോകുന്നത് ഇംഗ്ലീഷിലാണ്. അപ്പോൾ സബ്ജക്റ്റീവ് നോളേജ് പ്ലസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് നിങ്ങളെ ഏറ്റവും നല്ല ഹ്യൂമൻ ബീങ് ആക്കുന്നത്. യെസ് ഓർ നോ? നിങ്ങൾ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് പഠിക്കും വലുതാവുമ്പോൾ, പ്ലസ് നിങ്ങൾക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ എന്ത് വേണം? ഒരു ലാംഗ്വേജ് വേണം. അതിൽ നിങ്ങൾ മിടുക്കന്മാരാവണം. എൻ്റെ കുട്ടികൾ സ്കൂളിൽ നമ്പർ 1 ആവണമെന്നൊന്നും ഞാൻ പറയില്ല, അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് പോലെ തന്നെയാണ്. പക്ഷെ എൻ്റെ കുട്ടികൾ സ്കൂളിലത്തെ ഏറ്റവും നല്ല സ്വഭാവമുള്ള കുട്ടികളാണ്. അതിൽ എനിക്ക് ദാറ്റ്സ് എ മസ്റ്റ്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എൻ്റെ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ ടീച്ചേഴ്സ് പറയണം, എന്തൊരു നല്ല ക്യാരക്ടറാണ് ഈ കുട്ടികളുടെ, എന്തൊരു ഡിസിപ്ലിൻഡ് ആണ്, എത്ര പൊളൈറ്റ് ആണ്. ഇതൊക്കെ എന്ന് പറയുന്നതാണ് എഡ്യൂക്കേഷൻ്റെ ഏറ്റവും വലിയ റിസൾട്ട് എന്ന് പറയുന്നത്. അല്ലാണ്ട് 100 ഔട്ട് ഓഫ് 100 മേടിക്കുക, അത് ഇൻ്റലിജൻസിൻ്റെ മാറ്ററാണ്. ഒരു സ്റ്റുഡൻറ്റ് കംപ്ലീറ്റ് ആവുന്നത് എപ്പോഴാണെന്നറിയാം? നല്ല ഹംബിൾ ആവണം. നമ്മളുടെ മുതിർന്നവരോട് നമ്മൾ വളരെ ഹംബിളാണ്, നമ്മൾ താഴ്ന്ന ആളുകളോട് നമ്മൾ ഹംബിൾ ആവണം. ഞാൻ പറഞ്ഞൊരു പോയിന്റ്, എല്ലാവരും പറയുന്നത് മുതിർന്നവരോട് ബഹുമാനത്തോടു കൂടി സംസാരിക്കണം എന്നല്ലേ നിങ്ങൾ കേട്ടിട്ടുള്ളത്? യെസ് ഓർ നോ മൈ ഡിയർ ഫ്രണ്ട്സ്? ഞാൻ തിരിച്ചാണ് പറയുന്നത്. മുതിർന്നവരോട് നിങ്ങൾ ബഹുമാനം കാണിക്കും, പക്ഷെ നിങ്ങളുടെ പ്രായം കുറഞ്ഞ ആളുകളോട് നിങ്ങൾ എന്ത് ചെയ്യണം? ഹംബിൾ ആവണം. നിങ്ങൾ വലിയ ആളുകളോടും ചെറിയ ആളുകളോടും, സമ്പത്തുള്ളവരും സമ്പത്തില്ലാത്തവരും, വിദ്യാഭ്യാസമുള്ളവരും വിദ്യാഭ്യാസമില്ലാത്ത ആളുകളും, ഇനി രൂപം കൊണ്ടോ ഭാവം കൊണ്ടോ എങ്ങനത്തെ ആളായാലും നിങ്ങൾ എല്ലാവരോടും ഹംബിളായിരിക്കണം. അപ്പൊ നിങ്ങൾ നല്ല മക്കളായി. മനസ്സിലായോ? ഞാൻ പറഞ്ഞതിന്റെ പോയിന്റ് പിടി കിട്ടിയോ? ഇംഗ്ലീഷ് ഒന്നും പേടിക്കേണ്ട മക്കളെ, ഞാനില്ലേ. അത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഇംഗ്ലീഷൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം. ആദ്യം എനിക്ക് വേണ്ടത് നിങ്ങൾക്ക് നല്ലൊരു ക്യാരക്ടർ ഉണ്ടാവണം. ഒരു അസറ്റ്, ഒരു വ്യക്തിയുടെ അസറ്റ് എന്ന് പറയുന്നത് ക്യാരക്ടറാണ്. യെസ് ഓർ നോ? ഈ പ്രായത്തിൽ, നിങ്ങളുടെ ഈ പ്രായത്തിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയാൽ ലോകത്തിൽ നിങ്ങളെ വെല്ലാൻ ആരുണ്ടാവില്ല. യു ഗോട്ട് ഇറ്റ്? എനിക്ക് പേടിയാവുന്നുണ്ട്. നിങ്ങൾ ചെറുതല്ലേ, ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുമോ? പക്ഷെ എന്നാലും എനിക്ക് ചില ആൾക്കാർ ഇരിക്കുന്നത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, അവരെ കൊണ്ട് പറ്റും. ചില ആൾക്കാർ ഞാൻ പറയുമ്പോൾ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കിയൊക്കെ ഇരിക്കുന്നുണ്ട്, അതൊക്കെ ഞാൻ കാണുന്നുണ്ട്, സ്ക്രീനിൽ കാണുന്നുണ്ട്. ചില ആൾക്കാർ വീഡിയോ ഓൺ ചെയ്തിട്ടില്ല. അവരോട് എനിക്ക് ഒന്നും പറയാനില്ല. വീഡിയോ ഓൺ ചെയ്ത് മനസ്സാറ് പറയുന്നത് കേട്ടിരിക്കുന്ന കുട്ടികളോടാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ വീട്ടിലാണെന്ന് വിചാരിച്ച് അമിതമായ സ്വാതന്ത്ര്യം എടുക്കാൻ പാടില്ല മക്കളെ. നിങ്ങൾക്ക് വലിയൊരു ഫെസിലിറ്റി കിട്ടി, വീട്ടിലിരുന്നു കൊണ്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഇംഗ്ലീഷ് ക്ലാസ് കിട്ടുന്നത്. അതൊരു ഫെസിലിറ്റിയാണ്, അതൊരു വലിയ ഒരു ഭാഗ്യമാണ്. പക്ഷെ നിങ്ങൾ അതിനെ എന്ത് ചെയ്യാൻ പാടില്ല? മിസ്യൂസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ എത്രത്തോളം പ്രിപ്പറേഷൻ ഉണ്ടാവും? നിങ്ങൾ നന്നായിട്ട് കുളിച്ച് നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് യൂണിഫോം ഒക്കെ ഇട്ട് ക്ലാസ് റൂമിൽ പോയി നിങ്ങളുടെ പ്ലേസിൽ പോയി ഇരുന്ന്
ടീച്ചർ വരുമ്പോൾ ഉണ്ടാവുന്നതായിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പില്ലേ, അത്ര തന്നെ ഇവിടെയും വേണം. പറയുന്നതിൻ്റെ കാരണം, നിങ്ങൾ എത്രത്തോളം നല്ലോണം ഒരു കാര്യങ്ങൾ ശീലിക്കുന്നുവോ അത് പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. നിങ്ങൾ നിങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല, ഓട്ടോമാറ്റിക് ആണത്. സ്വർണം ജീവിതത്തിൽ ഏറ്റവും വലിയൊരു കാര്യമാണ് മക്കളെ, പോസിറ്റീവ് ഹാബിറ്റ്സ് ഉണ്ടാവുക എന്ന് പറയുന്നത്. സോ ഇഫ് യു റിയലി വാണ്ട് ടു ബി സക്സസ്ഫുൾ ഇൻ യുവർ ലൈഫ്, you must have a set of positive habits. One of the best positive habits I can mention over here is that just be disciplined and attentive. വളരെ ഡിസിപ്ലിൻ ആയിരിക്കണം. വളരെ ഇപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് അയ്യോ മനസ്സാറ് ഉപദേശിക്കാൻ തുടങ്ങി, ഉപദേശമല്ല, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന റിസൾട്ട്സുകൾ. നിങ്ങൾ വലിയ ആളുകളാവും, വലിയ കോഴ്സൊക്കെ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും എന്നെ ഫോൺ ചെയ്ത് പറയും, താങ്ക് യു മനസ്സാർ. ഇതായിരിക്കണം നിങ്ങളുടെ ബേസ്. കാരണം എൻ്റെ ടീച്ചർ എനിക്ക് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്, വേണ്ടേ? അപ്പൊ എൻ്റെ ടീച്ചർ എനിക്ക് പറഞ്ഞു തന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടേ, അല്ലേ? ലാംഗ്വേജ് എഡ്യൂക്കേഷനൊക്കെ നമുക്ക് പാസ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്, അത് സ്വന്തമായിട്ട് എടുത്തു വെക്കാനുള്ളതില്ല. ഐ റിയലി ഗോട്ട് ലോട്ട്സ് ഓഫ് ഗ്രേറ്റ് ലെസൺസ് ഫ്രം മൈ ടീച്ചേഴ്സ്. I really got great experience with super people. I got wonderful experience with the places and circumstances. So I need to share it to you. Why? Because I learned it through my experience. And when I tell my experience to you, you easily learn it. എൻ്റെ അനുഭവങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങൾക്ക് ഞാൻ ഒരുപാട് പറഞ്ഞിട്ട് കഷ്ടപ്പെട്ടിട്ടൊക്കെ മുന്നോട്ട് വന്നിട്ടുള്ള ഒരാളാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇന്നതുകൊണ്ടാണ് കഷ്ടപ്പെട്ടത്, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാൻ പറ്റും. യു ഗോട്ട് ഇറ്റ് വാട്ട് ഐ സെഡ്? നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടി, എനിക്ക് കഷ്ടപ്പെട്ടിട്ടാണ് കിട്ടിയത്. നിങ്ങൾക്ക് കഷ്ടപ്പാടില്ല, യു സെഡ് സ്ട്രൈറ്റ് ദ റെസ്റ്റ് ഐ ക്യാൻ ഡു. എല്ലാവരും മനസ്സിലാക്കണം. ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ഏറ്റവും നല്ല പോയിന്റ്സ് ഞാൻ പറഞ്ഞു. നല്ല സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആണ്, ഹംബിൾ ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആണ്. പഠിപ്പ് ചിലപ്പോൾ ചില കുട്ടികൾക്ക് ചില സബ്ജക്ട്സിൽ കൂടുതൽ താല്പര്യം ഉണ്ടാവും, പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യും. ചില കുട്ടികൾക്ക് എല്ലാ സബ്ജക്ട്സും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, ബിക്കോസ് ഓഫ് ലേണിംഗ്. പഠിക്കുന്നത് കൊണ്ടാണ് അത് പറ്റുന്നത്. പക്ഷേ പഠിക്കുക എന്നുള്ളതിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയോ? ദർ ഇസ് എ വേർഡ് ഇൻ ഇംഗ്ലീഷ്, എഡ്യൂക്കേഷൻ. അതിന് നമ്മൾ മലയാളത്തിൽ വിദ്യാഭ്യാസം എന്നല്ലേ പറയുന്നത്, എഡ്യൂക്കേഷൻ. Education is a word belongs to a foreign language, Latin. It means educare. Educare. Educare എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ് എഡ്യൂക്കേഷൻ ഉണ്ടായിട്ടുള്ളത്. Educare means move forward. മുന്നോട്ട് പോകാനാണ്, പുറകോട്ട് പോകാനല്ല എൻ്റെ അർത്ഥം, മുന്നോട്ടാണ്. It's the best thing you can do in your life while you're a child is to that you can grow habit first. You must have positive habits. You must be very humble. You must be sincere to your stories. And moreover that, you become a student of discipline. Discipline, discipline, discipline. അപ്പോൾ ആൾക്കാർ ചോദിക്കും എന്താണ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ? മലയാളത്തിൽ അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ വരുന്നത് അച്ചടക്കം. അച്ചടക്കം പുറത്തുനിന്ന് ഒരാൾ ഫോഴ്സ് ചെയ്തുണ്ടാക്കേണ്ടതല്ല, അവനവനവന് തോന്നണം. നിങ്ങളുടെ സ്റ്റഡി റൂം, നിങ്ങൾ കിടക്കുന്ന സ്ഥലം, നിങ്ങളുടെ റൂം, നിങ്ങളുടെ വീട്, അത് വൃത്തിയായിട്ട് വെക്കേണ്ടത് നിങ്ങളുടെ ജോലിയാണ്. പല കുട്ടികളും ചെയ്യുന്നത് എന്താണെന്നറിയോ? അത് അമ്മ ചെയ്യും, അല്ലെങ്കിൽ അത് അച്ഛൻ ചെയ്യും, അല്ലെങ്കിൽ എൽഡർ സിസ്റ്റർ ചെയ്യും, എൽഡർ ബ്രദർ ചെയ്യും. നോ, നിങ്ങളാണ് അത് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിങ്ങളുടെ ചെരുപ്പ് ഊരി വെച്ചിട്ടില്ലേ, റിമൂവ് ചെയ്ത് വെച്ചിട്ടില്ലേ? അത് ഡിസിപ്ലിൻ ആയിട്ടാണോ ചെയ്തേ? നിങ്ങൾ എല്ലാവർക്കും ഞാനൊരു 20 സെക്കൻഡ് സമയം തരാം. നിങ്ങൾ പോയിട്ട് നോക്കിയൊക്കെ നിങ്ങളുടെ ചെരുപ്പ് വെച്ചത് കറക്റ്റ് നീറ്റായിട്ടാണോ വെച്ചത്? ഇല്ലെങ്കിൽ അത് ചെയ്തിട്ട് വേഗം വാ. നിങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരൊന്നും ചെയ്യണ്ട, അല്ലാത്ത ആൾക്കാർ പോയിട്ട് നോക്കിയേ നിങ്ങളെ ഫുഡ് വെയർ വെച്ചത് വളരെ ഡിസിപ്ലിൻ ആയിട്ടാണോ, ഇല്ലെങ്കിൽ അത് ചെയ്തിട്ട് വേഗം വന്നേ. ഗോ, മേക്ക് ഇറ്റ് ഫാസ്റ്റ്, മേക്ക് ഇറ്റ് ഓർഡർ, മേക്ക് ഇറ്റ് ഡിസിപ്ലിൻ. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ ബോട്ടം. തുടക്കം മുതലേ അങ്ങനെ ആയിരിക്കണം. ഇനി നിങ്ങൾ വീട്ടിൽ ചെരുപ്പ് ഊരിയിട്ട് വരുമ്പോൾ നിങ്ങൾ തന്നെ കൺഫേം ചെയ്യണം, ഞാനത് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അമ്മ ചെയ്യേണ്ടി വരും, അച്ഛൻ ചെയ്യേണ്ടി വരും. അച്ഛനമ്മേനെ കൊണ്ട് അത് ചെയ്യുന്നത് മോശമല്ലേ? എനിക്കത് മോശമായിട്ട് തോന്നുന്നുണ്ട്. നമ്മൾ ചെരുപ്പെല്ലാം ഒരു ഓർഡർ ഇല്ലാണ്ട് ഇട്ടിട്ട് അച്ഛനും അമ്മയും നമ്മുടെ ചെരുപ്പ് എടുത്തിട്ട് കൃത്യമായിട്ട് വെക്കുമ്പോൾ നമ്മൾ സത്യത്തിൽ അവരെ ബഹുമാനിക്കുന്നില്ല, പകരം അവരെ ഉപദ്രവിക്കുക ചെയ്യുന്നത്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. യെസ് ഓർ നോ മൈ ഡിയർ ഫ്രണ്ട്സ്? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നിങ്ങളുടെ വാർഡ്രോപ്പ്, നിങ്ങളുടെ അലമാരയിൽ നിങ്ങളുടെ ഡ്രസ്സുകളൊക്കെ കൃത്യമായിട്ടാണോ വെച്ചിട്ടുള്ളത്? അടക്കി വെക്കാനൊന്നും സമയമില്ല,
ഒന്ന് പോയിട്ടൊന്ന് നോക്കിയൊക്കെ കൃത്യമായിട്ട് വെച്ചിട്ട് ഒന്ന് നോക്കിയിട്ട് വന്നേന്ന്. നിങ്ങളുടെ നിങ്ങളുടെ ഡ്രസ്സ് അവിടെ ഇവിടെയൊക്കെ അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ടോ നോക്കിയിട്ട്. നിഷ മാമേ കറക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടോ? യു പ്ലീസ് അറ്റൻഡ് ദിസ് ഇസ് കറക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ജാൻ. കറക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. That's really great. കറക്റ്റ് ആണ് അല്ലേ? യെസ് യെസ് യെസ്. അല്ല ഇല്ല ഇനി ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത് വേറൊരു ചോദ്യമാണ്. നിങ്ങൾ തന്നെയല്ലേ ഇത് ചെയ്യാറ് മക്കളെ? അമ്മയാണോ ചെയ്യാറ്? ഈ വസ്ത്രം മടക്കി വെക്കുന്നത് ഇങ്ങനെയുള്ളതൊക്കെ നിങ്ങളാണോ ചെയ്യാറ് അത് അമ്മയാണോ ചെയ്യാറ്? ശരി ഒറ്റയ്ക്കല്ല. ശരി. ഇനി ഞാൻ പറയട്ടെ, ഞാൻ ഗസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്തൊക്കെ ചെയ്തെന്ന് ഞാൻ ഗസ് ചെയ്യാൻ പോണേ. ഇനി ഒരു കാര്യം നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളത്, എനിക്ക് അറിയില്ല എങ്ങനെ ക്ലോത്ത്സ് ഫോൾഡ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ടെൻഷൻ ആവണ്ട. അത് അമ്മേൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം കാണിച്ചു തരാൻ പറഞ്ഞാൽ മതി. നിങ്ങൾ പെട്ടെന്ന് പഠിക്കും. ബിക്കോസ് യു ആർ ബ്രില്യൻറ്റ്. യെസ് ഓർ നോ? നിങ്ങൾ നല്ല ബ്രില്യൻറ്റ് കുട്ടികളല്ലേ? ഒരു പ്രാവശ്യം അമ്മ എങ്ങനെ ചെയ്യണമെന്ന് ഇനി അടുത്ത പ്രാവശ്യം അമ്മ ഡ്രസ്സ് മടക്കി വെക്കുമ്പോൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് യു ഷുഡ് സീ ദാറ്റ്, യു ഷുഡ് ലേൺ ആൻഡ് യു ഷുഡ് ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്. ഇനി ഒരിക്കലും അമ്മേനെ എന്ത് ചെയ്യരുത്, വിഷമിപ്പിക്കാൻ പാടില്ല. പ്രോമിസ്? യൂട്യൂബ് ട്യൂട്ടോറിയൽ നോക്കിയാണ്. അതൊന്നും വേണ്ടടാ, അമ്മയില്ലേ, അമ്മയ്ക്ക് എല്ലാം അറിയാം. അമ്മയുടെ ഒരു പ്രാവശ്യം നോക്കി കഴിഞ്ഞാൽ അമ്മ അത് പിന്നെ എന്താണെന്നറിയാം. എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു പ്രാവശ്യം ചെയ്യുമ്പോഴല്ല മക്കളെ ഹാബിറ്റ്സ് ആവുന്നത്, അത് തുടർച്ചയായിട്ട് ചെയ്യുമ്പോഴാണ് അത് ശീലമാവുന്നത്. ശീലമാണ് നിങ്ങളെ പ്രോഗ്രസീവായിട്ട് കൊണ്ടുപോകുന്നത്. യെസ് ഓർ നോ? ഇനി നിങ്ങൾ മുതിർന്ന ആളാണ്, നിങ്ങളുടെ അനുജത്തി, നിങ്ങളുടെ അനുജൻ, അവർക്ക് ചിലപ്പോൾ അതിനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യണമെന്നറിയോ? അവരുടെ പ്രസൻസിൽ വെച്ചിട്ട് അത് കാണിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് അവരും പഠിക്കും. ദാറ്റ്സ് സംതിങ് ഗ്രേറ്റ്. മനസ്സിലായോ ഞാൻ പറയുന്നത്? നിങ്ങൾ എനിക്ക് ചെറുതാണ്, എൻ്റെ യങ്ങർ സിസ്റ്റർ ചെറുതാണ്. നിഹാര പറയുമ്പോൾ എൻ്റെ യങ്ങർ സിസ്റ്റർ വളരെ ചെറുത്, സാരമില്ല. ആ ആളുടെ മുമ്പിൽ വെച്ചിട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ, ഓ മൈ എൽഡർ സിസ്റ്റർ ഇസ് ഡൂയിങ് ലൈക്ക് ദിസ്, മൈ എൽഡർ ബ്രദർ ഇസ് ഡൂയിങ് ലൈക്ക് ദാറ്റ്, സോ ഐ മസ്റ്റ് ഡു. സോ വി ലേൺ ലോട്ട്സ് ഓഫ് ലെസൺസ് ഫ്രം എൽഡേഴ്സ്. So elders must be the role model of youngsters. You got it what I said? കുറച്ച് കഴിഞ്ഞാൽ ഞാൻ മൂന്നാമത്തെ ഒരു സ്റ്റേജ് പറഞ്ഞു തരട്ടെ. മൂന്നാമത്തെ ഒരു കാര്യം, നമുക്ക് വീട്ടിലുള്ള ആൾക്കാർ ഇന്ന് മുതൽ ഞെട്ടിക്കാൻ തുടങ്ങാം. മനസ്സാറിന്റെ കുട്ടികളല്ലേ, അപ്പൊ സൂപ്പർ ആവണ്ടേ? അച്ഛനോ അമ്മയോ ചെരുപ്പോ അല്ലെങ്കിൽ ഡ്രസ്സോ ഇൻഡിസിപ്ലിൻ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്തു കൊടുക്കണം. ബിക്കോസ് ദിസ് എ ടൈം ഫോർ വെക്കേഷൻ. ഇപ്പൊ വെക്കേഷൻ അല്ലേ, നിങ്ങൾ ഫ്രീ അല്ലേ? അപ്പൊ അമ്മയും അച്ഛൻ പറയും, ഞാൻ ചെരുപ്പ് ഇങ്ങനെയല്ലല്ലോ വെച്ചത്. അത് നമ്മളുടെ ദീപിക ചെയ്തതാ, അത് അയിമ ചെയ്തതാ, അത് അസാന ചെയ്തതാന്ന് പറയുമ്പോൾ, അതെന്താ അങ്ങനെ പറ്റിയത്? ഇന്നെന്തൊരു വലിയ മാറ്റം? ഇന്ന് മുതൽ മനസ്സാറിന്റെ ക്ലാസ് തുടങ്ങിയില്ലേ, അതിന്റെ ചേഞ്ച് അത്. അപ്പോൾ ഞാൻ സൂപ്പർ ഹീറോ ആയി. ഞാനൊരു ഭയങ്കര ഹീറോ ആവട്ടെ നിങ്ങളുടെ ലൈഫിൽ. അതിന് നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവണം. ശരിയല്ലേ മക്കളെ ഞാൻ പറയുന്നത്? യങ്ങറായിട്ടുള്ള ആളുകളെയും നിങ്ങൾ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. അവരെ നിങ്ങൾ യങ്ങറായിട്ടുള്ള ആളുകളെയും ബഹുമാനിക്കണം, അവർക്കും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അത്യാവശ്യം പാരൻസിന് അവരെ ചെറിയ ചെറിയ ഹെൽപ്പുകളൊക്കെ ഇപ്പൊ ചെയ്യാൻ പറ്റും. അതിന് നിങ്ങൾക്ക് മൈൻഡ് ഉണ്ടായാൽ മതി. മനുഷ്യനായാല് കഴിവിനേക്കാളും കൂടുതൽ വേണ്ടത് മനസ്സാണ്. നമ്മൾ പല സ്ഥലത്തും തോറ്റു പോകുന്നത് കഴിവില്ലാത്തത് കൊണ്ടല്ല, മനസ്സില്ലാത്തത് കൊണ്ടാണ്. സാറിന് നമുക്ക് മനസ്സില്ല. നമ്മൾ കാണുന്നുണ്ട് അവിടെ ഡിസോർഡർ, നമ്മൾ മൈൻഡ് ചെയ്യാണ്ട് പോകും. പാത്രങ്ങളൊക്കെ അവിടെ ഉണ്ടാവും, നമ്മൾ അത് ടേബിളിൽ നിന്ന് എടുത്തിട്ട് കിച്ചണിൽ സിങ്കിൽ കൊണ്ട് ഒന്നും നമ്മൾ ചെയ്യില്ല, നമ്മൾ അവിടെ വെച്ചിട്ട് പോകും. കഴിക്കുന്ന ഭക്ഷണമാണെങ്കിലും നമ്മൾ അത് ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് കഴിച്ചിട്ട് ബാക്കി നശിപ്പിക്കാതിരിക്കുക. കാരണം ഫുഡ് ഈസ് ഗാഡ്. എൻ്റെ അഭിപ്രായത്തിൽ ഭക്ഷണം എന്ന് പറഞ്ഞ ദൈവമാണ്, അതിനെ നിന്ദിക്കാൻ പാടില്ല. സോ വി ഷുഡ് വേസ്റ്റ് ഫുഡ് വേസ്റ്റ് ചെയ്യരുത്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ ഒരു നല്ല സ്റ്റുഡൻ്റ് ആയി നമ്മൾ, നല്ലൊരു സ്റ്റുഡൻ്റ് ആയി നമ്മൾ, നല്ല മകളാവും, നല്ല മകനാവും. ഭാവിയിൽ നിങ്ങൾ നല്ല സിറ്റിസൺ ആവും. ഡു യു അഗ്രി വിത്ത് മീ ഓർ നോട്ട്? എടാ, നല്ല സ്വഭാവമല്ലേ നമുക്കൊക്കെ വേണ്ടത്?
നല്ല ഭാഷ അത് കഴിഞ്ഞിട്ട് പഠിച്ചാലും മതി. സ്വഭാവം ആദ്യം നന്നാക്കി എടുക്കണം. നമ്മുടെ ക്യാരക്ടർ അത് സൂപ്പർ ആയിരിക്കണം. മനുഷ്യന്മാര് ആൾക്കാരെ എങ്ങനെയാ കാണുന്നതെന്നറിയോ? ഭംഗിയുള്ള ആളുകള്, സമ്പത്തുള്ള ആളുകള്, വിദ്യാഭ്യാസമുള്ള ആളുകള്, ഇവരെയൊക്കെയാണ് എല്ലാവരും ശ്രദ്ധിക്കുക. പക്ഷേ നമുക്ക് ആരോടെ ഇഷ്ടം ഉണ്ടാവുമെന്നറിയോ? നല്ല സ്വഭാവമുള്ള ആളുകളെ നമുക്ക് ഇഷ്ടം. ശ്രദ്ധിച്ചു നോക്കി, ശരിയാണോ എന്ന് ആലോചിക്കുക. കറുത്തതോ വെളുത്തതോ ഉയരമുള്ളവനോ ഉയരമില്ലാത്തവോ ആണോ പെണ്ണോ സമ്പത്തുള്ളവനോ ഇല്ലാത്തവനോ ഒന്നുമല്ല, നമുക്ക് ഇഷ്ടം വരണമെങ്കിൽ നമുക്ക് അയാളിൽ ഒരു ക്യാരക്ടർ ഉണ്ടാവണം. Yes or no? So your language is the reflection of your personality. അത് ഭാഷയ്ക്ക് അതിന് വലിയ പ്രാധാന്യമുണ്ട്. നന്നായി സംസാരിക്കുന്ന വ്യക്തികളിനെ എല്ലാവർക്കും വലിയ ബഹുമാനമാണ്. Why people admire a lot in, of course, when people speak in English well, spontaneously and naturally, because we love to speak like anything. So if anybody does it, oh my God, I really want to speak like this. ഒരാൾ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമ്മൾ പറയും, ഓ എനിക്ക് ഭയങ്കര ഇഷ്ടമായ അയാളെ. എന്താ കാരണം? നമ്മൾ അതുപോലെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. യെസ് ഓർ നോ? എന്തുകൊണ്ടാണ് ഫിലിം സ്റ്റാർസിനെ നിങ്ങൾക്ക് ഇഷ്ടമാവാൻ കാരണം? വലിയ വലിയ ഇഷ്ടമാണ് അല്ലേ? ഫിലിം സ്റ്റാർസിനെ, സിനിമ നടന്മാര് നടിമാരൊക്കെ നമുക്ക് ഇഷ്ടമാണ്. ബിക്കോസ് അവർ പാട്ട് പാടുന്നു, അവർ ഡാൻസ് ചെയ്യുന്നു, അവർ ബ്യൂട്ടിഫുൾ ആയിട്ട് സംസാരിക്കുന്നു. എനിക്ക് തോന്നുന്നത് സിനിമാ നടൻ എന്ന് പറയുന്ന ആള് അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് എത്തണമെങ്കിൽ പോലും അവർക്ക് ക്യാരക്ടർ ഉണ്ടാവണം, അവർക്ക് ഡിസിപ്ലിൻ ഉണ്ടാവണം, അവർക്ക് ലവ് ഉണ്ടാവണം, അവർ ഹംബിൾ ആയിരിക്കണം, അവർക്ക് ആക്ട് ചെയ്യാൻ അറിയാം. അവസാനമാണ് അവർക്ക് ആക്ടിങ് അറിഞ്ഞാൽ മതി. നല്ല വ്യക്തികൾ മാത്രമേ നമ്മൾ ഇഷ്ടപ്പെടുന്നുള്ളൂ. സോ യുവർ അൾട്ടിമേറ്റ് എയിം ഈസ് ടു ബി എ സൂപ്പർ ഹ്യൂമൻ ബീയിങ്. നിങ്ങളുടെ ഏറ്റവും വലിയ എയിം എന്തായിരിക്കണം എന്നറിയാം? ഗംഭീര മനുഷ്യനാവുക എന്നുള്ളതാണ്. എനിക്ക് അങ്ങനത്തെ ആളുകൾ ആവുന്ന കുട്ടികളെ പഠിപ്പിക്കാൻ വലിയ ഇഷ്ടമാണ്. നിങ്ങൾ ഇപ്പോൾ ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ കോഴ്സ് കഴിയുമ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മ എന്നെ വിളിച്ചിട്ട് താങ്ക്സ് പറയണം. എന്താണെന്നറിയോ? മൈ സൺ, മൈ ഡോട്ടർ ഹാസ് ഗോട്ട് ടെറിഫിക് ചേഞ്ച്. എൻ്റെ മകന് വലിയ വ്യത്യാസം ഉണ്ടായി, എൻ്റെ മകൾക്ക് വലിയ വ്യത്യാസം ഉണ്ടായി. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഞാനൊരു നല്ല ടീച്ചർ ആവില്ലേ? യെസ് ഓർ നോ? ആവും. ഞാൻ പറയുന്നതൊക്കെ നല്ല ശ്രദ്ധിച്ച് കേട്ടിരിക്കുന്നില്ലേ മക്കളെ? ഇനി ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയട്ടെ. നിങ്ങൾ എന്നെ ഒരു ടീച്ചറായിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ എന്നെ നല്ല ഫ്രണ്ടായിട്ട് കണ്ടോ? അപ്പൊ നിങ്ങൾക്ക് എന്തും എന്നോട് തുറന്ന് പറയാം. യെസ് ഓർ നോ? അവർ എയിം ഈസ് ടു ബി എക്സ്ട്രാordinary. നമ്മളൊരു എക്സ്ട്രാordinary ആവാൻ വേണ്ടിയിട്ട് ഈ ക്ലാസ്സിൽ വന്നത്. സോ സ്പീക്കിംഗ് ഇംഗ്ലീഷ്, we call it spoken English, but we call it communicative English class. But beyond that, I would like to tell you, of course, more about character. Character is very important. ക്യാരക്ടറിൽ വേണ്ടേ? അപ്പോൾ ഒരു മൈൻഡ് സെറ്റ് വേണ്ടേ? ഈ ക്ലാസ്സിലിരിക്കുമ്പോൾ വേറെ തന്നെ ഒരു മൈൻഡ് സെറ്റ് വരുന്നില്ലേ നിങ്ങൾക്കിപ്പോൾ? നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേട്ട് നോക്കി, ഇതുവരെ നിങ്ങൾ അറ്റൻഡ് ചെയ്ത ക്ലാസ്സിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നില്ലേ? യു കം ടു നോ ദാറ്റ് യു ആർ ദ സൂപ്പർ ഹീറോ. നിങ്ങളാണ് നിങ്ങളുടെ സൂപ്പർ ഹീറോ എന്ന് പറയുന്നത്. സോ യു നീഡ് ടു ഹാവ് സം ചേഞ്ചസ് ഇൻ യുവർ ലൈഫ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കുറേ ചേഞ്ചസ് ആവശ്യമാണ്. സോ വാട്ട് കൈൻഡ് ഓഫ് ചേഞ്ചസ് യു ബാഡ്ലി നീഡ്? ഐ നോ ദിസ് ഈസ് എ മിസ്റ്റേക്ക് ദാറ്റ് ഐ ഹാവ് റിയലി ഡൺ. ഇതാണ് ഞാൻ ചെയ്ത തെറ്റ്. So I shouldn't repeat it. So when you work hard on such things, in future you come to know that you make no mistakes. കുറച്ച് കാലം കഴിഞ്ഞു കഴിഞ്ഞാലേ നിങ്ങൾ ഓരോ തെറ്റുകൾ പതുക്കെ ലൈഫിൽ നിന്ന് പതുക്കെ ഇറാഡിക്കേറ്റ് ചെയ്യാണ്, ഉന്മൂലനം ചെയ്യാണ്, മാറ്റുകയാണ്. അതിനെ പെരിഷ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് സൂപ്പർ ചേഞ്ച് ഉണ്ടാവും. സോ ഐ ബിക്കം ദ ബെസ്റ്റ് ടീച്ചർ. അപ്പം ഞാൻ നല്ല ടീച്ചറായി. എനിക്കും കുറച്ച് ദുരുദ്ദേശമെല്ലാം ഉണ്ട്. നിങ്ങളുടെ വായന്ന് കേൾക്കണം ഞാൻ ഗംഭീര ടീച്ചറാന്ന് കേൾക്കണം. എനിക്ക് ഭയങ്കര ഉള്ളിൽ ഞാനിങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു രഹസ്യമാണ്. അതെനിക്ക് കിട്ടണമെങ്കിൽ യു നീഡ് ടു ചേഞ്ച്. യു നീഡ് ടു ബി ഫ്ലുവൻ്റ് ഇൻ ഇംഗ്ലീഷ്. ആൻഡ് whenever people see you, meet you, talk to you, people say, oh, how wonderful boy, how wonderful girl this is. You got it? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ മാനസികമായിട്ട് തയ്യാറെടുത്തോ? ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ തയ്യാറെടുത്തില്ലേ? പേഴ്സണാലിറ്റി ഡെവലപ്പ് ഇന്ന് ഞാൻ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സുകളല്ലേ പറഞ്ഞു, അതിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യില്ലേ?